ഇടതുപക്ഷം അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞ പലരും ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം ഇനിയും വന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നം എന്താ? 5 ലക്ഷം ആൾക്ക് ഇപ്പോൾ വീട് കൊടുത്തു. ഇനി ഒരു 5 ലക്ഷം പേർ കൂടി കൊടുത്താൽ അതൊരു വലിയ പ്രശ്നമാണോ? ഇന്നിപ്പോൾ നമ്മൾ സ്ത്രീ സുരക്ഷാ പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. 32 ലക്ഷം പേർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുകയാണ്. അതാണോ ഇടതുപക്ഷം വീണ്ടും വന്നാലുള്ള പ്രശ്നം? അതുപോലെ മുടക്കമില്ലാതെ 62 ലക്ഷം പേർക്ക് 2000 രൂപ പെൻഷൻ കിട്ടുകയാണ്. പണ്ട് 18 മാസത്തെ കുടിശ്ശികയാണ് UDF വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ആ കുടിശ്ശിക തീർത്ത് പെൻഷൻ 2000 ആക്കിയത് പ്രശ്നമാണെങ്കിൽ പ്രശ്നം തന്നെയാണ്. അതാണ് പ്രശ്നമെങ്കിൽ അത് പ്രശ്നമാണ്. അപ്പം ഞങ്ങള് പിന്നെ കഴിഞ്ഞ 10 കൊല്ലം ഇന്ത്യയിൽ എല്ലായിടത്തും വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും ഉണ്ടായപ്പോൾ ഒരു വർഗീയ സംഘർഷം പോലും ഇല്ലാതെ കേരളത്തെ കാത്തത് ഒരു പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം തൽക്കാലം അവര് സഹിക്കേണ്ടി വരും. സർക്കാർ വന്നാൽ അതൊരു ദുഷിപ്പായി മാറുമെന്നൊരു നരേറ്റീവ് പ്രതിപക്ഷം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടല്ലോ പൊതുവെ. അല്ല, ഈ 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 2 തവണ വന്നിട്ട് എന്നിട്ടുണ്ടായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. 2 തവണ വന്നപ്പോൾ 5 ലക്ഷം ആൾക്ക് വീട് കൊടുത്തത് മോശം കാര്യമാണെങ്കിൽ അവർ പറയട്ടെ. നോക്കൂ, പെൻഷൻ 2000 ആക്കി കൂട്ടിയത് ഒരു ദുഷിപ്പാണെങ്കിൽ അവർ പറയട്ടെ. അതുപോലെ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പാക്കുന്നത് ഒരു ദുഷിപ്പായിട്ടാണ് അവർ കണക്കാക്കുന്നതെങ്കിൽ, ജനങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുന്നത് ദുഷിപ്പാണെങ്കിൽ അത് വ്യക്തമായിട്ട് പറയാൻ തയ്യാറാവട്ടെ. കേരളത്തിലെ സർക്കാർ സ്കൂളുകൾ മുഴുവൻ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ആ നിലയിൽ ഉണ്ടായ മാറ്റം ദുഷിപ്പാണെങ്കിൽ അങ്ങനെ പറയട്ടെ. ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം അതൊരു ദുഷിപ്പാണോ? ആദ്യത്തെ ഹൃദയ മാറ്റം ശസ്ത്രക്രിയ കേരളത്തിലൊരു സർക്കാർ ആസ്പത്രിയിൽ നടന്നത്, കരൾ മാറ്റിവെക്കുന്നത് സർക്കാർ ആസ്പത്രിയിൽ നടക്കാൻ സൌകര്യമൊരുക്കിയത്, ഇതൊക്കെ ദുഷിപ്പാണോ അല്ലയെന്ന് ഈ പറയുന്ന ആളുകൾ പറയട്ടെ. എന്താണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച? ആശാസമരം നടക്കുമ്പോൾ വലിയ കോലാഹലം അവിടെ ഉണ്ടായിരുന്നല്ലോ. ആശാസമരം യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വേതന വർധനവിന്. ആശ ആരുടെ പദ്ധതിയാണ്? കേന്ദ്ര പദ്ധതിയാണ്. കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ആശയിൽ ആശമാർക്ക് ചില്ലിക്കാശ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു കൊടുത്തോ? വർദ്ധിപ്പിച്ചു കൊടുത്തതാരാ? കേരളത്തിലെ LDF സർക്കാർ 2000 രൂപ വർദ്ധിപ്പിച്ചില്ല. ഇപ്പം മിണ്ടാട്ടമുണ്ടോ? സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ, കേന്ദ്രമന്ത്രിയെ പന്തലിൽ വിളിച്ച് നൃത്തം വെച്ച ആളുകൾ, സംഘനൃത്തം ചവിട്ടിയ ആളുകൾ, അവർക്ക് മിണ്ടാട്ടമുണ്ടോ? ഇതൊന്നും ജനങ്ങൾക്ക് തിരിച്ചറിയില്ല എന്നാണോ കരുതുന്നത്? ഇതൊക്കെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. ഇവരുടെ എല്ലാം രാഷ്ട്രീയ ഉദ്ദേശം, ഇവരുടെ എല്ലാം പിന്നിലുള്ള ഗൂഢശക്തികൾ ആരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അല്പം വൈകിയാലും ഇതെല്ലാം ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ ആശാ സമരം? ഇപ്പൊ എന്തോ ഒരു പന്തല് കെട്ടാത്തത്? സംസ്ഥാന സർക്കാർ 2000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്നാൽ പിന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പന്തല് കെട്ടിക്കൂടെ? സംസ്ഥാനം 2000 തന്നു, നിങ്ങളൊരു 5000 വർദ്ധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാത്തത് എന്താ? എന്താ കാണാത്തത്? ആ സമരക്കാരും അവരെ പിന്തുണച്ചവരും മറുപടി പറയണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഈ കേട്ടുകേൾവിയുടെ പിന്നാലെ പോയിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം ഉണ്ടല്ലോ. 1-ാം പേജിൽ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യമായിരുന്നു സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്ന്. സോണിയാഗാന്ധി ആശുപത്രി കിടക്കുമ്പോഴാണത്. ജോസ് കെ മാണി പറഞ്ഞു അങ്ങനെ വിളിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞില്ലേ. കേട്ടുകേൾവിയുടെ പിന്നാലെ പോയിട്ട് ഇനി ഞാൻ കുഴി ചാടേണ്ട കാര്യമില്ലല്ലോ. ദേശീയരാഷ്ട്രത്തിൽ ഇടപെടുന്ന ആളായതുകൊണ്ടുകൂടി അറിയുന്ന ആളോട് ചോദിച്ചത്, സാധാരണഗതിയിൽ ബീഹാറിലും മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും കാണിച്ചു വരുന്ന കീഴ്വഴക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ എന്നുള്ളത്. അതിന്റെ ഭാഗമായി ഇതിനെ വിലയിരുത്തിയാൽ അതിനെ തെറ്റു പറയാൻ കഴിയും. ഏതിനെ? ഈ ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ, കണക്ട് ടു വർക്ക് ആവട്ടെ, ഇപ്പൊ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ പദ്ധതി പ്രഖ്യാപിക്കേണ്ട എന്നല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ 2-3 മാസങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കുന്നത് BJP ചെയ്യുന്നതിന്റെ തനിയാവർത്തനമല്ലേ? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമല്ലേ? കുറച്ച് വിഷമമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞ ഈ ചോദ്യം ചോദിച്ചത് വളരെ നന്നായി. ഈ ചോദ്യം കേരളത്തിലെ മുഴുവൻ ആളുകളും ഒന്ന് കേൾക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വാഗ്ദാനം പാലിക്കുന്നത് കുറ്റം അല്ല, വാഗ്ദാനം പാലിക്കുന്നത് കുറ്റം, വാഗ്ദാനം പാലിച്ചില്ലെങ്കിൽ അത് കുറ്റം. പക്ഷെ ആ കുറ്റം കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അതാ നേരത്തെ പറഞ്ഞത്, ഇടതുപക്ഷം വീണ്ടും വന്നാലുള്ള ഒരു പ്രശ്നം ഇതാണ് ഈ പറഞ്ഞ ഈ ചോദ്യമാണ് പ്രശ്നം. ഞാൻ പറയാം, നോക്കൂ, ഇടതുപക്ഷം വീണ്ടും വന്നാലുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ പ്രശ്നമാണ്. ഇവർ ഈ പറയുന്ന വാഗ്ദാനമൊക്കെ ഇങ്ങ് പാലിച്ചു കളയും. അതാണ് നിങ്ങളെ അലട്ടുന്ന ഒരു പ്രശ്നം. ഞങ്ങള് വാഗ്ദാനം കൊടുക്കുകയല്ല, കൊടുത്ത വാഗ്ദാനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഇനിയാവാം ചോദ്യം ആവാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് സ്വാഗതം പ്രത്യേകം.
4.25 കൊല്ലം അല്ലെങ്കിൽ കാരണം ഞാൻ ഉത്തരം പറയുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തരം ചോദ്യങ്ങൾ. അതിനേക്കാൾ ലൗഡറാണ് ഇത്തരം ചോദ്യങ്ങൾ. 4.25 കൊല്ലം എന്തുകൊണ്ട് അത് ചെയ്യാതെ? ആണോ? അത് ഞാൻ പറഞ്ഞുതരാം. അതാണ് ചോദ്യം. അതിപ്പോ പറഞ്ഞുതരാം. ഈ 4.25 കൊല്ലം കേരളത്തെ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കുകയും 1 ലക്ഷം കോടിയിലധികം രൂപ വെട്ടിച്ചുരുക്കുകയും ചെയ്തിട്ടും സർക്കാർ വാഗ്ദാനം പാലിച്ചു എന്നതാണ് ഇതിലെ വാർത്ത. മനസ്സിലായോ? അതാണ് ഇതിന്റെ പ്രത്യേകത. ഇവിടെ ഇപ്പോ നിങ്ങൾ ഏറ്റവും ഒടുവിൽ, നിങ്ങൾക്കിതൊന്നും പ്രശ്നമല്ല, ഏറ്റവും ഒടുവിൽ നെല്ലിന് പ്രോത്സാഹന ബോണസ് കൊടുക്കരുതെന്നാണ് കേന്ദ്രം പറയുന്നത്. നിങ്ങൾ ആർക്കെതിരെ വാർത്ത കൊടുക്കും? സംസ്ഥാന സർക്കാരിനെതിരെ വാർത്ത കൊടുക്കും. ആശയുടെ കാര്യത്തിൽ ഉണ്ടായതുപോലെ തന്നെയാണ്. നിങ്ങൾ ആരെങ്കിലും കേന്ദ്ര സർക്കാർ ചില്ലിക്കാശ് കൂട്ടാത്തത് അന്യായമായി പോയി എന്ന് ആരെങ്കിലും എഡിറ്റോറിയൽ എഴുതിയോ? ആശാമാർക്ക് എഴുതിയോ? ഞങ്ങളല്ലേ, കേരളത്തിലെ ഗവൺമെന്റല്ലേ 2000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തത്. അപ്പോ 5 കൊല്ലം ഒരു ഗവൺമെന്റിനെ വരിഞ്ഞു മുറുക്കിയിട്ട് മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക് പോലും സഹായം കൊടുക്കാതിരുന്നിട്ട് എന്നിട്ടും ഞങ്ങൾ കൊടുത്ത വാഗ്ദാനം പാലിക്കുന്നു. അപ്പൊ അത് എത്രത്തോളം UDFനെയും UDFന്റെ പിന്നിൽ അണിനിരക്കുന്നവരെയും അസ്വസ്ഥരാക്കും എന്നിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവര് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകടന പത്രികയിൽ പറഞ്ഞപ്പോൾ നടപ്പാക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടോ? നടപ്പായില്ലേ? അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കുന്ന ഒരു ഗവൺമെന്റാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാലേ സാധാരണ രാഷ്ട്രീയത്തെപ്പറ്റി പറയുന്നുണ്ട് സാധ്യതകളുടെ കലയാണ്. അല്ല, അസാധ്യമാക്കുന്നതിനെ സാധ്യമാക്കുന്നതിന്റെ കലയാണ്.